വെൽക്കം ബാക്ക് ടു മൈ ഫ്ലവേഴ്സ്. ഇന്ന് ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? നല്ല മഴയുണ്ട്. അപ്പോൾ വിചാരിച്ചു മഴ കൊള്ളാൻ പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 വീലറിൽ ഇറങ്ങി. ആദ്യം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടപ്പള്ളിയിൽ മിൽമയുടെ സ്നാക്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നല്ല ചായ കിട്ടും. ചായപ്രേമികളാണെങ്കിൽ നല്ല ചായ കിട്ടും, ഒപ്പം നല്ല ചായക്കടികളും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് കോഫിയും പത്തിരിയാണ് കേട്ടോ. ഞാൻ പാൽ ചായ കുടിക്കാറില്ല. നല്ല ടേസ്റ്റാണ് അവിടുത്തെ പലഹാരങ്ങൾക്കെല്ലാം. ഇപ്പം നിങ്ങൾ എടപ്പള്ളിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും പോകണം, അവിടുത്തെ പലഹാരം കഴിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ദോശ, ഇഡ്ഡലി, ഉച്ചക്കലത്തെ ലഞ്ച്, ഡിന്നർ ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ റെയിൻ കോട്ടൊന്നും എടുത്തില്ല കേട്ടോ. കുട്ടികൾക്ക് മാത്രമേ എടുത്തുള്ളൂ. ആരും റെയിൻ കോട്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം ഇട്ടു, പിന്നെ ഊരും തന്നു. മഴ നനഞ്ഞുകൊണ്ട് അവിടെ എത്തിയതുകൊണ്ട് തന്നെ അവരതല്ലാത്ത രീതിയിൽ നോക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കുട്ടികൾക്ക് പോലെ റെയിൻ കോട്ടില്ല, മഴ നനഞ്ഞ് നിൽക്കണം. ഞങ്ങൾക്കതൊരു പുതിയ അനുഭവമായിരുന്നു, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. നമ്മൾ പലപ്പോഴും കുടയെടുക്കാതെ എല്ലാം നനഞ്ഞിട്ടുണ്ടാവും മഴ. പക്ഷെ മഴ നനയാനായിട്ട് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ അതൊരു പുതിയൊരു അനുഭവമാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് കുമാരി ചേച്ചിയുടെ ഒപ്പം ഇങ്ങനെ മഴ സീസൺ വരുമ്പോൾ, മൺസൂൺ വരുമ്പോൾ മഴ നനയാൻ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് രാവിലെ അമരീഷ് ചായ കുടിക്കാൻ മിൽമയുടെ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്ക് മഴ കൊള്ളാൻ പോയാലോ എന്ന്. അപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. റെയിൻകോട്ട് ഒന്നും എടുത്തിട്ടില്ല, ആര്യൻ്റെ ഇന്ദ്രൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർക്കിപ്പോൾ വേണ്ട റെയിൻകോട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മിൽമയിൽ അങ്ങനെ മഴയൊക്കെ കൊണ്ട് ചിന്നിപ്പിന്നി. അപ്പം മഴ ചാറുന്നുണ്ടായിരുന്നുള്ളൂ, അവരത് കൊണ്ടുകൊണ്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് കളമശ്ശേരിയിലേക്കാണ് കേട്ടോ. അവിടെ അമരീഷിനൊരു കടയിൽ കയറാനുണ്ടായിരുന്നു. ഞങ്ങൾ എവിടേക്കാണെന്നൊരു പ്ലാനില്ല കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് കണ്ടെയ്നർ വഴി നമുക്ക് വൈപ്പിനിലേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ടെയ്നർ വഴി വൈപ്പിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ മഞ്ഞുമൽ വഴിയാണ് കണ്ടെയ്നർ റോഡിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ നേരെ കാണുന്നത് മഞ്ഞുമലിലെ കൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ആളുകളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടികളെയും കൊണ്ട് മഴയൊക്കെ നനച്ച് ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പള്ളിയാണ് കാണുന്നത്, മഞ്ഞുമൽ പള്ളി. ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഇവിടെ ഒത്തിരി ഷൂട്ടിങ്സ് ഒക്കെ നടക്കാറുണ്ട്. മഞ്ഞുമലിൽ നിന്ന് ഞങ്ങൾ കണ്ടെയ്നർ റോഡിലേക്ക് കയറി. ആ കാണുന്നത് ഹൈവേയുടെ പണി നടക്കുന്ന കാഴ്ചയാണ് ചേരാനെല്ലൂർ സിഗ്നലിലുള്ളത്. ചേരാനെല്ലൂർ കഴിഞ്ഞ് എറണാകുളത്തേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡിലും വെള്ളമായിരിക്കും. ചീനവലകളും ബോട്ടും എല്ലാം. നമ്മൾ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ പിഴല, കടമക്കുടി അതെല്ലാം ഈ ഏരിയ ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അത്ര മനോഹരമാണ്. ചുറ്റും നോക്കുമ്പോൾ ഈ ഗ്രീനറിയാണ് കാണാൻ കഴിയുക. ഈ റൂട്ടിൽ മൺസൂൺ സീസണിൽ മഴ നനഞ്ഞ് 2 വീലർ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ അത് പലരുടെയും സ്വപ്നങ്ങളിലൊന്നാണ് കേട്ടോ. എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു. അതെനിക്കിന്ന് സാധിച്ചു. താങ്ക് ഗോഡ്. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, വാക്കുകളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ സൈലൻ്റ് ആവാറുണ്ട്. നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു സൈലൻസിൽ നമ്മളിങ്ങനെ വലുതായി സന്തോഷം നിറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ആ സൈലൻസിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സോൾ ടു സോൾ കണക്ഷൻ എന്ന് പറയില്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടി കേട്ടോ. അത് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നിങ്ങൾ. വർഷത്തിലൊരിക്കൽ നമ്മൾ ഫാമിലിയായിട്ട് മഴ നനയാൻ ഇറങ്ങാം. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുള്ളൂ, കുറയില്ല. ഇവർക്ക് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരും വളരെയധികം ഹാപ്പി ആയിരുന്നു. അവരുടെ ഉള്ളിലുള്ള ആ ഒരു നേച്ചറായിട്ടുള്ള ആ ഒരു കണക്ഷൻ വരാണ്, മഴയോടുള്ള ആ ഒരു സ്നേഹം, ഇതെല്ലാം വർദ്ധിക്കുക ചെയ്യുന്നല്ലോ. ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു തെറാപ്പി, റെയിൻ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം നല്ല മഴയായപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ വൈപ്പിൽ പോകണ്ടെന്ന് വിചാരിച്ചു. നേരെ യു-ടേൺ എടുത്തു. പോണ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അവിടെ റോഡിൻ്റെ റിനോവേഷൻ കാരണം പല സ്ഥലത്തും ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു ചിന്തയാണ് കേട്ടോ, ഒത്തിരി ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിലുണ്ടെന്ന് തോന്നുന്നു, അവരിതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കാരണം ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി നമുക്കിവിടെ നടത്താം. ടൂറിസത്തിൻ്റെ ഒത്തിരി മീൻസ് ഷോപ്പുകളും അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉള്ളൊരു ഏരിയ ആണ്.
അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചീനവല കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ചു കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ കാണുന്നത് പോലെയല്ല കേട്ടോ, നല്ല കാറ്റും നല്ല ഇങ്ങനെ മഴ ചിന്നി പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. മനസ്സിങ്ങനെ എന്താ പറയുക, റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ വട്ട് ഞങ്ങൾക്ക് മാത്രമല്ല വേറെ ആളുകൾക്കുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് കാറുകളും ബൈക്കുകളൊക്കെ കണ്ടായിരുന്നു. ഈ കാറിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല കേട്ടോ. ടു വീലറിൽ തന്നെ വരുമ്പോഴാണ് നനഞ്ഞ് ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് വേറൊന്നും കിട്ടില്ല. മഴ കൂടുതലായപ്പോൾ ആര്യനും ഇന്ദ്രനും നമ്മൾ റെയിൻകോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അവരിങ്ങനെ നോക്കുകയാണ്. അവരൊട്ടും വിചാരിച്ചില്ല മഴയൊക്കെ ഇങ്ങനെ കൊള്ളിപ്പിക്കുന്നു. അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു. ഇന്ദ്രനാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മഴയത്ത്. അതിൻ്റെ ഇടയിൽ ആര്യന് ഭയങ്കര ഇഷ്ടമായി. അവന് അങ്ങോട്ടേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുഴയിലേക്കൊക്കെ ഇറങ്ങണം, പട്ടി ഇറങ്ങി പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആര്യന് വീണ്ടും റെയിൻകോട്ട് അഴിച്ചു വെക്കണം എന്നായി. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ കൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്തു. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ എടുത്തോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, ഞാൻ അത്രയും ഹീലായി. എനിക്ക് അത്രയും എൻ്റെ മൈൻഡിൽ പോകുമ്പോൾ വല്ലാത്ത ഡൗൺ ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു എനർജി ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലിലാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. അത്ര ഒരു ഹീലിംഗ് പ്രോസസ്സാണ് എനിക്ക് ആ ഒരു മഴ നനഞ്ഞപ്പോൾ കിട്ടിയത്. നമ്മുടെ ഈ യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് ദൈർഘ്യം വളരെ കുറവാണ്, ഇല്ലേ? നമുക്കൊരു സാധനം കിട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കിട്ടുമ്പോൾ സന്തോഷത്തിന് അളവ് കുറച്ച് സമയം വഴി നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ പ്രകൃതിയായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മളുടെ സോൾ ടു സോൾ കണക്ഷൻ വരികയാണ്. ആ സോൾ ടു സോൾ കണക്ഷൻ വരുമ്പോൾ നമ്മൾ പോലും അറിയാത്തൊരു സന്തോഷം നമ്മളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇങ്ങനെ പൊട്ടി വളരുന്നത് പോലെ തോന്നും. അതിങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ നമ്മളുടെ ചുറ്റും ആ ഒരു സന്തോഷത്തിൻ്റെ ഓറ ഇങ്ങനെ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഞാൻ എൻ്റെ ഒരു അനുഭവം കണ്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചും യോഗയൊക്കെ ചെയ്ത് സമയം സ്പെൻഡ് ചെയ്തിട്ട് ആര്യൻ്റെ രീതിയിൽ ആര്യൻ കുറേ യോഗകളൊക്കെ ചെയ്തു അവിടെ. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും സംതൃപ്തരായിരുന്നു കേട്ടോ. സംതൃപ്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട, ആ രീതിയിലായിരിക്കും നമ്മളുടെ സന്തോഷം, ആ ഒരു സംതൃപ്തമായിട്ടുള്ളൊരവസ്ഥ. അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ. അതെല്ലാം ലഭിക്കുന്നത് നമുക്ക് ശരിക്കും ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങുമ്പോൾ നമ്മൾ സോൾ ടു സോൾ കണക്ഷൻ വരുമ്പോഴാണ്.
അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ മഴ നനയാനായിട്ട്? ഈ മൺസൂൺ കഴിയുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഒരു ദിവസം ഫാമിലിയോടൊപ്പം നിങ്ങൾ മഴ നനയാൻ പോകണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നിട്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ഒത്തിരി ആളിലേക്ക് എത്താൻ അത് ഹെൽപ്പ് ചെയ്യും. അതിലൂടെ അവർ ഹാപ്പിയാവും. ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതോറും അത് വർദ്ധിക്കല്ലേ ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, സീ യു, ടേക്ക് കെയർ. ഞാൻ മറന്നു, ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സ്റ്റേ ട്യൂൺ.